الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു നാൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് നമ്മൾ ഓരോരുത്തർ. മറ്റൊരു നാൾ ഈ ഭൂമിയിൽ നിന്ന് നാം വിട പറയേണ്ടി വരികയും ചെയ്യും. ഇന്ന് ജീവിച്ചിരിക്കുന്നവരെക്കാൾ അധികം ആളുകൾ, തലമുറകൾ ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയം മരിക്കും എന്ന വിഷയമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അടിക്കടി ഇത് നമ്മെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു ഉത്ബോധിപ്പിക്കുവാനുള്ള കാരണം ഈ നശ്വരമായ, നൈമിഷികമായ, ക്ഷണികമായ ഈ ജീവിതത്തെ ഏറ്റവും സുന്ദര രൂപത്തിൽ അനുഭവിക്കുക എന്നതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അതിനുശേഷം അഥവാ മരണാനന്തര ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നതാണ് എന്നും നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓതി വെച്ച വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പ്രവാചകരെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, മലക്കുൽ മൗത്ത് നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നെ അവൻ നിങ്ങളെ അവന്റെ അടുക്കലേക്ക് അവൻ മടക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനത്തിൽ, ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫതുഹു റസൂലുനാ വഹും ലാ യുഫരിതൂൻ. ഓരോരുത്തരുടെയും മരണത്തിന്റെ സമയം ആസന്നമായി കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് ആ കൃത്യം വളരെ കൃത്യമായി, വഹും ലാ യുഫരിതൂൻ, ഒരു വീഴ്ചയും പറ്റാത്ത വിധത്തിൽ ആ കൃത്യം ആ മലക്കുൽ മൗത്ത് നിർവഹിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്, ഇദാ ഖലല്ലാഹു ബിഅബ്ദിൻ അൻ യമൂത ജഅല ലഹു ഇലൈഹാ ഹാജ. ഒരാൾക്ക് മരിക്കാനുള്ള സമയമായി, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട സമയമായി എങ്കിൽ അവൻ ഏത് വിധത്തിൽ മരിക്കണമെന്നാണോ
അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ വിധത്തിൽ മരിക്കാൻ, എവിടെ വെച്ചാണോ മരിക്കാൻ വിധിച്ചിട്ടുള്ളത് അവിടെ വെച്ച് മരിക്കാൻ അതിലേക്ക് അള്ളാഹു ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. പലപ്പോഴും പല മരണങ്ങളെ സംബന്ധിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മരിക്കാനായിട്ട് അങ്ങോട്ട് പോയതുപോലെ. അങ്ങനെ പോയതല്ല, മരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സമയത്തിലേക്ക് അവൻ എത്തിച്ചേർന്നതാണ്. ടൈറ്റൽ യുദ്ധ ദുരന്തത്തെ കുറിച്ച് നമുക്കറിയാം. ആ ടൈറ്റൽ യുദ്ധ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു വിധിച്ചത് അവിടെ വെച്ചുകൊണ്ട് മരിക്കണമെന്നാണ്. അതുകൊണ്ട് ആ സമയത്തേക്ക് അവർ എത്തിപ്പെടുകയാണ് അവിടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കൃത്യതയോടുകൂടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വിശദീകരിക്കേണ്ടുന്ന കാര്യമല്ല, നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം, നമുക്ക് സംശയമില്ലാത്ത, മനുഷ്യർക്കാർക്കും സംശയമില്ലാത്ത ഈ ഒരു കാര്യം വിശ്വാസികളായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി, അത് എപ്പോഴും ചിന്തയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ദൈനംദിന ജീവിതത്തിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്, നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും പല സന്ദർഭങ്ങളിലും ആരാധനകളിലൂടെ, ദിക്റുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നാം സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ മരിക്കും, ഞാൻ മരിക്കാനുള്ളവനാണ് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് നാം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാവിലെ നമ്മൾ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ്. നാം ചൊല്ലാറുള്ള പ്രാർത്ഥന നമുക്കറിയാം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പടച്ചോനെ മരിച്ചതിന് ശേഷം നീ എന്നെ ജീവിപ്പിച്ചതാണ്. ഉറക്കം എന്നതൊരു മരണമായിരുന്നു. ആ മരണത്തിൽ നിന്ന് ഒരു ദിനം കാണുവാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരു സൂര്യന്റെ ഉദയം കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. മരിപ്പിച്ചതിന് ശേഷം, അഥവാ മരിക്കുമെന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് ആ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു നിറച്ചു വെക്കുകയാണ്. ഇനി നാം ആ വിരിപ്പിലേക്ക് തന്നെ ചായുന്ന സമയത്ത് അപ്പോഴും അള്ളാഹു പറയിപ്പിക്കുന്നു നമ്മെ കൊണ്ട്, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്. ചെറിയ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയിലൊന്നാണ്. ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ അവിടെയും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി സുദീർഘമായ ഒരു പ്രാർത്ഥന നാം പഠിച്ചിട്ടുണ്ട്, ചൊല്ലാറുമുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഹബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയ്യികല്ലദീ അർസൽത. ഈ പ്രാർത്ഥന നമ്മളൊക്കെ പഠിച്ചു വെച്ചതാണ്, നമ്മളൊക്കെ അത് ചെല്ലാറുണ്ട്. പക്ഷേ ഞാനിതാ എല്ലാം തന്നെ ഏൽപ്പിക്കാറപ്പേ. എന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ അവസാനം ഞാനിതാ എന്റെ വിരിപ്പിലേക്ക് അടക്കുകയാണ്. നാളെ പുലരുമോ എന്ന് എനിക്കറിയില്ല. എല്ലാം നിന്റെ ഏൽപ്പിച്ചു. എന്റെ മുഖമിതാ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, എന്റെ മുതുകിതാ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, നിന്റെ അടുത്തേക്ക് ഞാനിതാ എല്ലാം തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നാം നമ്മുടെ ആ വിരിപ്പിലേക്ക് നീങ്ങുന്നത് എന്നതും നാം മനസ്സിലാക്കുക. അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പിന്നീട് നാം ആരാധനകൾ നിർവഹിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അതാണ്. ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു ചൊല്ലുന്ന ആളുകൾ, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്തായ എന്ന പ്രാർത്ഥന ചൊല്ലുന്നവരും ഉണ്ടാകും. പല പ്രാർത്ഥനകളിൽ ഒന്ന് ദുആഉൽ ഇഫ്തിതാഹിൽ നമ്മൾ ചൊല്ലാറുള്ളത് വജ്ജഹ്തുവാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. പടച്ചോനെ എന്റെ ജീവിതം മുഴുക്കെ നിനക്കാണ്, വമമാതി എന്റെ മരണവും റബ്ബേ അതൊക്കെ നീയാണ് നിശ്ചയിക്കുന്നത്.
നീയാണ് റബ്ബേ അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ നിലനിർത്തി തരണമേ എന്ന് ദിനം പ്രതി 5 തവണ നമ്മൾ നിർബന്ധമായി നമസ്കരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിലും നാം ദുആഉൽ ഇസ്തിതാഇൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാം അതിനുശേഷം നാം അത്തഹിയ്യാത്ത് ചൊല്ലി പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി. അവിടെയും പറയണം മരണത്തെക്കുറിച്ച്. നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ദുആഉൽ ഇസ്തിതാഇൽ പറയുന്നു, അവസാനം നാം തശഹുദിലെ പ്രാർത്ഥനയിലും പറയുന്നു, പടച്ചോനെ നന്നോട് കാവലിനെ ചോദിക്കാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. പല രംഗങ്ങളിൽ നിന്നും ഖബറിൽ അള്ളാഹുവിനോട് ശരണം തേടിയതിനു ശേഷം എന്റെ മരണത്തിലും റബ്ബേ ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അത് തരണം ചെയ്തുകൊണ്ട് തന്നെ കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ടാക്കണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നുണ്ട് അവിടെയും. അതുപോലെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി ഒരുപാട് പ്രാർത്ഥനകൾ ഉരുവിടാറുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഒന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. പടച്ചോനെ മരിക്കണം, എന്തായാലും മരിക്കണം. പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ മരിപ്പിക്കണേ റബ്ബേ. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലൂടെ ഒരുപാട് തവണകൾ നമ്മൾ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മോതിരത്തിൽ കൊത്തുവെച്ചിരുന്ന ഒരു വാചകമായിരുന്നു കഫാ ബിൽ മൗതി വാഇള. ഉപദേശകനായി മരണം തന്നെ മതിയാവുന്നതാണ്. മരിക്കുമെന്ന ഒരു ചിന്ത ഒരാളുടെ മനസ്സിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കുകയാണെങ്കിൽ, അത് മറക്കാതെ പച്ച പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവനെ നന്മയിലൂടെ വഴി നടത്താൻ മറ്റാരും വേണ്ട, മറ്റൊന്നും വേണ്ട. ആ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായാൽ മതി. അറബി കവി സൂചിപ്പിച്ചത് ദുഖാത്തു ഖൽബുൽ മർഇ ഖായിലുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വതവാനി. നമ്മുടെ ഹൃദയമിടിപ്പുകൾ നമ്മോട് പറയുന്നത് ദാ നിന്റെ സെക്കൻഡുകളും നിമിഷങ്ങളും ഇതാ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിടിപ്പ് കഴിയുമ്പോ ഒരു മിനിറ്റിൽ 60 സെക്കൻഡുകളാണ് എങ്കിൽ 72 തവണ നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട്. ആ 72 തവണ ഓരോ മിടിപ്പും കഴിയുമ്പോ നമ്മോട് ആ മിടിപ്പ് പറയുന്നത് എന്താ? ജീവിതത്തിൽ നിന്നിതാ ഈ മിടിപ്പ് ഇനി നിന്നിലേക്ക് തിരിച്ചു വരില്ല, ഇത് നിനക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഫകൈഫ തഫറഹു ബിദ്ദുനിയാ വലദ്ദതിഹാ യാ മൻ യുഇദ്ദു അലൈഹി ലഫ്ളു വന്നഫസു. നീ എങ്ങനെയാണ് മനുഷ്യ ഫകൈഫ തഫറഹു ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ എങ്ങനെയാണ് ആനന്ദിച്ച് ആറാടി തിമർത്തുകൊണ്ട് ജീവിക്കുക? നുഇദ്ദു അലൈഹി ലഫ്ളു വന്നഫസു, നിന്റെ വാക്കുകളും നിന്റെ ശ്വാസോച്ഛ്വാസവും വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അതിലപ്പുറം ഒരു ശ്വാസം എടുക്കാൻ നിനക്ക് കഴിയില്ല, അതിനപ്പുറം ഒരു വാക്കുച്ചരിക്കാൻ നിനക്ക് കഴിയില്ല. എങ്ങനെയാണ് നീ ആഹ്ലാദത്തിലാറാടി പടച്ചവനെ മറന്നു പോവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ ഒരു കാര്യം ദൈനംദിന ജീവിതത്തിലൂടെ അള്ളാഹു പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ, ആരാധനകളിലൂടെ നമ്മോട് പറയുന്നത് ആ ബോധം മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കണം എന്നതുകൊണ്ടാണ്. എന്നാൽ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു കുല്ലുനാ ഖദ് ഐഖന ബിൽ മൗതി, നമുക്കൊക്കെ മരിക്കും എന്നത് ഉറച്ച വിശ്വാസമാണ്. വമാ നറാ ലഹു മുസ്തഇദാ, എന്നാൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളെ കാണുന്നില്ല. വകുല്ലുനാ ഖദ് ഐഖന ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന വിഷയം നമുക്ക് ഉറപ്പാണ്. വമാ നറാ മിൻഹാ ആമില, അതിനു വേണ്ടി പണിയെടുക്കുന്നവരെ നാം കാണുന്നില്ല. വകുല്ലുനാ ഖദ് ഐഖന ബിന്നാർ, നരക ശിക്ഷ അതിഭയാനകമാണ് എന്ന് നമുക്കറിയാം. വമാ നറാ ലഹാ ഖായിഫാ, എന്നാൽ അതിനെ ഭയപ്പെടുന്നവരില്ല. ഇതാ മനുഷ്യരുടെ അവസ്ഥ.
ഉലമാക്കളായ ആളുകൾ പറയാണ് മരിക്കും എല്ലാവർക്കും അറിയാം, പക്ഷെ മരിക്കുമ്പോഴേക്ക് എന്താ ഞാൻ ഒരുക്കി വെക്കേണ്ടത്? ഈ ദുനിയാവ് എന്റെ ഒരു കൃഷിയിടമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള വിഭവങ്ങൾ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൃഷി ചെയ്ത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന ചിന്ത അവനിലില്ല എന്ന് ആളുകൾ വിശദീകരിക്കുകയാണ്. മരണചിന്ത, മരിച്ചു പോകണമെന്ന ഓർമ്മ മനസ്സിലുള്ള ആളുകളുടെ 3 ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മരിക്കുമെന്ന ബോധമുള്ള ആളുകളിൽ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ 3 സ്വഭാവമുണ്ടാകും. 3 സ്വഭാവം അവരിൽ ഉണ്ടാകും. നമ്മളിൽ അതുണ്ടോ എന്ന് നാം പരിശോധിച്ചു നോക്കുക. ഒന്ന്, തഅ്ജീലു തൗബ, തൗബയിൽ അവർ ധൃതി കാണിക്കും. മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ വന്നു പോകും, സ്വാഭാവികമാണ്. വന്നു പോകുന്ന തെറ്റുകളെ കുറിച്ച് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുക എന്ന നല്ല ശീലം, ഗുണം അവരിലുണ്ടാകും. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്, മാനസികമായ ഒരു സംതൃപ്തി. മറ്റുള്ളവന്റെ സൗഖ്യത്തിലേക്ക്, സുഖത്തിലേക്ക്, സാമ്പത്തിക സ്ഥിതിയിലേക്ക് നോക്കി അസൂയപ്പെടുകയല്ല. എനിക്ക് കാറില്ല, വീടില്ല, മറ്റ് സൗകര്യങ്ങളില്ല, ഞാനെന്തേ ഇങ്ങനെയായി എന്ന രൂപത്തിൽ അവൻ അവിടെ നിരാശപ്പെടുകയല്ല. ഖനാഅത്തുൽ ഖൽബ്, പടച്ചോൻ എനിക്ക് വിധിച്ചത് എനിക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ അധ്വാനിച്ച് പണിപ്പെട്ട് ഞാൻ അധ്വാനിച്ചത് എനിക്ക് കിട്ടിയത് അതാ എനിക്ക് കിട്ടാനുള്ളത്, അതിലധികം എനിക്ക് കിട്ടാനില്ല, കിട്ടാനുള്ളത് റബ്ബ് തന്നിട്ടുണ്ട്. കിട്ടിയതിൽ ഒരു സംതൃപ്തിയുള്ള ജീവിതം ഈ മരിക്കണമെന്ന ബോധമാണ് ഉള്ള ആളുകൾക്ക് ഉണ്ടാകും. അതുപോലെ വരശാത്തിൽ ഇബാദത്തുകളിൽ ഉന്മേഷവും ഉണ്ടാകും. അവൻ നമസ്കാരത്തിന്റെ സമയം വന്നാൽ അത് നീട്ടിവെക്കുകയില്ല, കുറച്ചുകൂടി കഴിയട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, അടുത്ത വക്ത് വരെ എനിക്ക് നമസ്കരിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നീട്ടിവെക്കുകയില്ല. നന്മയുടെ, സ്വതക്കയുടെ അവസരങ്ങൾ വരുമ്പോ ഇനി പിന്നെ കൊടുക്ക, ഇപ്പൊ എന്റെ വീട്ടിലേക്ക് തന്നെ സാധനങ്ങൾ വാങ്ങാൻ, ആവശ്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിട്ട് സദക്ക ചെയ്യാൻ തുടങ്ങാം എന്ന് വിചാരിക്കൂല. അവൻ ആ ഇബാദത്തുകളിലെല്ലാം തന്നെ ഉന്മേഷഭരിതനായിക്കൊണ്ടായിരിക്കും അവൻ ഉണ്ടാവുക എന്നത് അവരുടെ ലക്ഷണമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളും കുറെ ആളുകളും ഉണ്ട് അവിടെ. അവർ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക യാ അബാ ഹുറൈറ, എന്താണ് നിങ്ങൾ കരയുന്നത്? പ്രവാചകന്റെ സഹചാരിയായിക്കൊണ്ട് പ്രവാചകനോട് ഒട്ടിനിന്ന സ്വഹാബി വര്യനാണല്ലോ അങ്ങ് എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, അന്നീല അബ്കിയല ദുനിയാകും മാലിഹി, ഈ ദുനിയാവിന്റെ ശീതളച്ചായ അത് കണ്ടുകൊണ്ടല്ല ഞാൻ കരയുന്നത്, ഇവിടത്തെ സുഖസമൃദ്ധിയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നതിന്റെ കാരണം എന്തെന്നോ, ഞാനൊരു ദീർഘിച്ച യാത്ര പോവുകയാണ്, മടങ്ങി വരാത്ത ഒരു ദീർഘിച്ച യാത്രയാണ് ഞാൻ പോകുന്നത്. എന്റെ അടുക്കലുള്ളത് അല്പം യാത്രാ ഭക്ഷണമാണ്, വളരെ കുറഞ്ഞ വിഭവങ്ങളെ എന്റെ അടുക്കലുള്ളൂ. എന്നാൽ ആ ദീർഘിച്ച യാത്രയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്റെ ആത്മാവിത അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ എന്നെനിക്കറിയില്ല. പിന്നെ അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ലിഖാഅക, പടച്ചോനെ ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതിനെ ഇഷ്ടപ്പെടുന്നു റബ്ബേ. കണ്ണുനീർ പൊഴിച്ചു പോവുകയാണ്. ആ സമയത്ത് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഞാൻ ദുനിയാവ് വിട്ടു പോവുകയാണല്ലോ, എന്റെ ഭാര്യ, കുട്ടികൾ, ഇവിടെയുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി പോവുകയാണല്ലോ എന്ന വേദനയല്ല, എന്റെ യാത്രയുടെ ദൈർഘ്യം ആലോചിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്റെ അടുക്കലുള്ള വിഭവത്തിന്റെ ചുരുക്കം അതാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പടച്ചവനെ നിന്നെ കണ്ടുമുട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. മഹാനായ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർതഹലത് അദ്ദുനിയ മുദ്ബിറ വർതഹലത് അൽആഖിറ മുഖ്ബില. ദുനിയാവിദാ പോയി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിനങ്ങളും പോയി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഖിറമാകട്ടെ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹാ ബനൂൻ, ഈ ദുനിയാവിനും ആഖിറത്തിനും ദുനിയാവിൽ മക്കളുണ്ട്, ദുനിയാവിൽ മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം.
ആഖിറത്തിന്റെ സന്തതികളാകണം, ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കുന്നവരാകണം, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാകണം. ദുനിയാവിന്റെ മക്കളല്ല ആവേണ്ടത്. ദുനിയാവ് വെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും ഇവിടെയുള്ളത് മുഴുവനും ആസ്വദിക്കാനുമുള്ള ചിന്താഗതിയല്ല ഉണ്ടാവേണ്ടത്. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ദുനിയാവിന്റെ സന്തതികൾ നിങ്ങൾ ആവരുത്. ഫൈനൽ യൗമ അമലുൻ ഫലാ ഹിസാബ്, ഇന്ന് എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ളതാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന വിചാരണ എന്ന് ഇവിടെ ഇല്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഹിസാബേ ഉള്ളൂ. അവിടെ നമുക്ക് എന്തെങ്കിലും ന്യൂനത പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള അവസരമില്ല. ഇവിടെ ചെയ്തതെന്തോ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ലഭിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മനസ്സിൽ കരിമ്പാറയിൽ കൊത്തിവെച്ചതുപോലെ കൊത്തിവെക്കേണ്ടുന്ന ചിന്ത, ആ ചിന്തയാണ് നമ്മെ നന്മയിലേക്ക് വഴി നടത്തുന്നത്. മരിക്കുമെന്ന ബോധമാണ്. ആ ബോധം നമ്മുടെ ദിക്റുകളിലും പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലുമെല്ലാം നാം ഉരുവിടുമ്പോ അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ വാരം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതും വെല്ലുവിളികൾ ഉയർത്തുന്നതുമായ പല വാർത്തകളും കേട്ടുകൊണ്ടാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. അവയിൽ ഒന്ന് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭേദഗതി ബില്ല്, അത് ഏകദേശം ഇന്ത്യയിൽ 9 ലക്ഷം ഹെക്ടറിലധികം വഖഫ് ഭൂമിയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ ഭേദഗതി ബില്ല് നിലവിൽ വരികയാണ് എങ്കിൽ ഈ 9 ലക്ഷം ഹെക്ടറിൽ 90% സർക്കാരിന് കണ്ടുകെട്ടാൻ സാധിക്കുകയും അത് വഖഫ് സ്വത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയും ചെയ്യും. അതിന് 2-3 രൂപങ്ങളായി തിരിച്ചതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അതിനെ ശക്തമായി പാർലമെന്റിൽ എതിർത്തതിന്റെ ഫലമായി കൊണ്ട് JPC-ക്ക് വിടുകയും, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും അവിടെ വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി അത് പാസാക്കിയെടുക്കുകയും ചെയ്തു. ഏകപക്ഷീയമായി എന്ന് പറഞ്ഞാൽ 1-2 ആളുകൾ തങ്ങൾക്ക് മുൻതൂക്കമായിട്ടുണ്ട് എന്ന കാര്യത്താലും, അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ നൽകിയിട്ടുള്ള അതിന്റെ ഭേദഗതികൾ ഒന്നും അംഗീകരിക്കാതെയും മറ്റൊരു വിഭാഗം നൽകിയിട്ടുള്ള ഭേദഗതികൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും അത് അവിടെ പാസാക്കിയെടുത്തു. ഒരുപക്ഷെ അത് പാർലമെന്റിൽ വരികയും ചർച്ചയ്ക്ക് വരികയും അവിടെ വെച്ചുകൊണ്ട് അത് ഒരു പക്ഷേ തീരുമാനമാവുകയും ചെയ്തേക്കാം. യഥാർത്ഥത്തിൽ ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും അതുപോലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-ന്റെ വിരുദ്ധവുമാണ് എന്നാണ് നിയമവിദഗ്ധരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവർക്കും തുല്യമായ അവകാശവും വിവേചനവും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം, ഒരു ഭരണഘടന നമുക്ക് നിലവിലുണ്ടായിരിക്കെ ആ ഭരണഘടന പ്രകാരം അവർ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ന്യൂനപക്ഷങ്ങളായ ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ വഴിയായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഈ രാജ്യത്തെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുവാനും
അവർ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കുവാനും വേണ്ടിയുള്ള, അതല്ലെങ്കിൽ അവരെ സംശയത്തിന്റെയും അതുപോലെയുള്ള കാര്യങ്ങളുടെയും മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് നടന്നിട്ടുള്ള മുത്തലാഖ് എന്ന് പറയുന്ന വിഷയം. ആ വിഷയം ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, നാനാജാതിക്കാരായ ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം അതൊരു ക്രിമിനൽ കുറ്റമായി കൊണ്ട് ചാർത്തപ്പെടുകയും അവർ വിവാഹമോചനം നടത്തിയാൽ മാത്രം ജയിൽ ശിക്ഷയടക്കമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുക. ഇത് ഭരണഘടനാപരമായി കൊണ്ടുള്ള ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്ന് നിയമവിദഗ്ധരായ ആളുകൾ സൂചിപ്പിക്കുകയാണ്. അതുപോലെ മുമ്പ് നടന്നിട്ടുള്ള പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കിയിട്ടുള്ള കാര്യം, അവിടെയും വിവേചനം നിലനിർത്തുകയാണ്. അതുപോലെ ഭരണഘടന നൽകിയിട്ടുള്ള 370 വകുപ്പ്, കാശ്മീരിന്റെ വകുപ്പ് പിൻവലിക്കുകയും അതുപോലെ തന്നെ ഈ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യം, ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. കാശ്മീർ അല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. 370 പുറമെ 371 വകുപ്പുണ്ട്, 371B ഉണ്ട്. ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളും സമൂഹവും ജാതിയും വിഭാഗങ്ങളും അനുഭവിക്കുന്നതാണ്. എന്നാൽ ഒരു നാടോ ഒരു വിഭാഗമോ ഒരു ന്യൂനപക്ഷമോ അനുഭവിക്കുന്ന ഒരു ആനുകൂല്യത്തെയോ അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെയോ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലുള്ള പ്രഖ്യാപനം അത് നടപ്പിലാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും കൂടുതലായി പഠിക്കേണ്ടതും ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടതും അതിന് എന്ത് നിലപാടുകൾ ജനാധിപത്യപരമായി കൊണ്ട് മതേതരപരമായി കൊണ്ട് സ്വീകരിക്കണമെന്ന് അത്തരത്തിൽ ജനാധിപത്യ വേദികളിൽ നാം പറയുകയും ആവശ്യപ്പെടുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച. രണ്ടാമത്തത് റൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനമാണ്, ഗസയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം. 20 ലക്ഷം മനുഷ്യർ, ആ ഗസയിലുള്ള 20 ലക്ഷം മനുഷ്യരെ തൊട്ടടുത്തുള്ള ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ നാടുകടത്തിക്കൊണ്ട് അവിടെയുള്ള മനുഷ്യരെ മുഴുവനും നാടുകടത്തി അവിടെ സുഖവാസ കേന്ദ്രമാക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ അനന്തരാവകാശത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ വസിയത്ത് ഒക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശമായിട്ടുള്ള കാര്യമായതുപോലെയാണ് ഇത്തരത്തിൽ ആ ഫലസ്തീനികളെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ മണ്ണിൽ ജീവിച്ചിട്ടുള്ള ആളുകളെ, ആ മനസ്സിന്റെ ധൈര്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന പിഞ്ചോമനകളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അവിടെയുള്ള മനുഷ്യരെയും കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിയിട്ടുള്ള ആളുകൾക്കെതിരിൽ അമ്മ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പോലും മനക്കെടാതെ, അതിനുള്ള ധൈര്യം കാണിക്കാതെ അവിടെയുള്ള പാവപ്പെട്ട ഈ മനുഷ്യരെ വീണ്ടും തീറ്റിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ഒരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വികസിത രാഷ്ട്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുടിയേറ്റത്തെ എതിർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള 205 ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ, അവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പേരിൽ അത് ഒരു നാടിന്റെ ഭരണപരമായിട്ടുള്ള അവരുടെ തീരുമാനമാണ്, അതവർക്ക് നടപ്പിലാക്കാം. നാട്ടിൽ ആരാണ് താമസിക്കേണ്ടത്, കുടിയേറ്റക്കാരായ യഥാർത്ഥ രേഖകളില്ലാത്ത ആളുകളെ പുറത്താക്കണം എന്ന് ഓരോ രാജ്യത്തിനും തീരുമാനിക്കാവുന്നതാണ്. അവരെ ആ നാട്ടിൽ നിന്ന് അവരുടെ സ്വന്തം രാജ്യം ഏതാണോ അവിടേക്ക് എത്തിച്ചു കൊടുക്കാവുന്നതുമാണ്. പക്ഷേ അവിടെ നടന്നിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾ പറയുന്നത് 40 മണിക്കൂറോളം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു തുറന്ന ജയിൽ എന്ന രൂപത്തിൽ, നരകം എന്ന രൂപത്തിലായിരുന്നു ഞങ്ങൾക്ക് അതിൽ അനുഭവങ്ങൾ എന്നാണ്. കൈകൾക്ക് വിലങ്ങ് വെച്ച് കാലുകൾക്ക് ചങ്ങലയിട്ടുകൊണ്ടാണ് ആ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യത്വം മരവിക്കുന്ന തരത്തിലുള്ള, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നടപടികളുമായി കൊണ്ടാണ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം ആശങ്കപ്പെടുകയോ, ഞാനിത് പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തിയിട്ടുള്ളത് ഇതിന്റെ പേരിൽ നാം വിഷമിക്കുകയോ ആശങ്കപ്പെടുകയോ, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ട, അവർക്ക് നേരെയുള്ള അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ
ഉണ്ടാകുന്ന സമയത്ത് പടച്ചോനെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നാം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള അധിനിവേശ ശക്തികൾ, ഈ അധിനിവേശ ശക്തികൾ ആരായിരുന്നാലും ശരി, പോർച്ചുഗീസുകാരായിരുന്നാലും ഡച്ചുകാരായിരുന്നാലും ഇംഗ്ലീഷുകാരായിരുന്നാലും അവരുടെ മുഖ്യ ശത്രുക്കളായി അവർ കണ്ടിരുന്നതും അവരിൽ നിന്ന് ഏറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതുമായ വിഭാഗം മുസ്ലിങ്ങളായ നമ്മളാണ്. നമ്മുടെ പൂർവ്വപിതാക്കളായ ആളുകളുമായ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള പീഡനങ്ങൾ അവരിൽ നിന്ന് വളരെ കൂടുതലായി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുടനീളം ഉണ്ടായിട്ടുള്ള കാര്യവുമാണ്. മുസ്ലിങ്ങളാണെന്ന് പരസ്യമായി പറഞ്ഞാൽ ജയിലിലടക്കുന്ന സ്വഭാവം മുമ്പ് റഷ്യയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുർക്കിയിൽ മുസ്തഫ താത്തൂർക്കിന്റെ കാലം മുതൽ ഇസ്ലാമിന്റെ യാതൊരുവിധ അടയാളവും പ്രകടിപ്പിക്കാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു. അതുപോലെ ബോസ്നിയയിൽ 95 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ അതിപീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2500ഓളം പുരുഷന്മാരായ മുസ്ലിങ്ങളെ ഒരു മൈതാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒന്നിച്ചു വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അവരുടെ സ്ത്രീകളെ കൂട്ട മാനഭംഗത്തിന്, ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതിനുശേഷവും മൃഗങ്ങളെ കൊണ്ടുപോലും ആ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യിച്ചിട്ടുണ്ട്. ഇത്രയും ക്രൂരമായ നടപടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഇസ്ലാം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇസ്ലാം വളർന്നു വന്നിട്ടുണ്ട്, വളർന്നു പന്തലിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിന്റെ പരിപാവനമായ വഴിയിലേക്ക് കടന്നു വരുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നേട്ടം പിന്നീടും ഉണ്ടാക്കിയെടുക്കാൻ ഈ തലമുറയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആര് വിചാരിച്ചാലും, എത്ര വലിയ ഭരണാധികാരികളായിരുന്നാലും ഈ മതത്തിനെ, ഇസ്ലാമിനെ തുടച്ചു മാറ്റുവാൻ, നാമാവശേഷമാക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവർ അചഞ്ചലമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്കും ഉണ്ടാകേണ്ടത് ആ വിശ്വാസമാണ്. ആ പടച്ചവനിലുള്ള അചഞ്ചലമായ വിശ്വാസം. അവന്റെ ദീനിനെ നാം സഹായിച്ചാൽ അവൻ നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മെ സഹായിക്കും എന്ന് പറയുന്ന ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കും സാധിക്കുമാറാകണം. അതുകൊണ്ട് വർത്തമാന സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും അത് പറയേണ്ടിടത്ത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം മുസ്ലിം അസ്തിത്വത്തോടുകൂടി, ഇസ്ലാമിക വ്യക്തിത്വത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ പടച്ചവന്റെ സഹായം നമുക്കുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തമാന സംഭവങ്ങളെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രതികരിക്കുകയും അതിന് വേണ്ട നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ജീവിതത്തിലുടനീളം രാവും പകലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മ, മരിക്കുമെന്ന ഓർമ്മ മനസ്സിൽ നിലനിർത്തുകയും അങ്ങനെ ആ ചിന്തയോടുകൂടി ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വിശ്വാസിനികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും മരണപ്പെട്ടു പോയവരായിരുന്നാലും സർവാധിനാഥനായ റബ്ബേ, അവരുടെ ജീവിതത്തിലും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനവും സന്തോഷവും നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് പരമാവധി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.